പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റൂം ഒന്ന് ക്ലീൻ ആക്കാം. റൂം ക്ലീൻ ആക്കി ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഇതാണ്. റൂം വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്ക് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ബ്രഷ് ചെയ്യണം. ഇതാണ് ഗൈസ് റൂം. കുറേ തുണികൾ ഇവിടെ വലിച്ചു വരിയിട്ടിട്ടുണ്ട്. റൂം ഒന്ന് വൃത്തിയാക്കാം. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് കാണിച്ചു തരാം. സോപ്പ് പൊടി വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം സോപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പതപ്പിച്ച് പതയാകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി നല്ല പതയായിട്ടുണ്ട്. കുറേ പത കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം മുക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പത വന്നു. നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കണം. വെള്ളത്തിൽ മുക്കി പതേനെ ഇങ്ങനെ തേച്ച് ചെറിയ പീസാണ് കേട്ടോ. ചെറിയ പീസ് സോപ്പ് എടുത്തിട്ടാണ് പരിപാടി ചെയ്യുന്നത്. സോപ്പ് പൊടിയാക്കാൻ പൈസ ഇല്ല, സാലറി. ഇതാണ് ഞാൻ പതപ്പിച്ചെടുത്ത സോപ്പ് പൊടി. ഈ സോപ്പ് പൊടി കുറേ ചെറിയ കഷ്ണം സോപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ദാണ്ട് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കും. എൻ്റെ തുണിയാണ് കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഇങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് ഓണാക്കി ഓക്കെ. ഇനി അവിടെ കിടന്ന് പറഞ്ഞോളും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കി ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഫ്ലോറൊക്കെയാണ് ക്ലീൻ ആക്കിയത്. ഇതാണ് റൂം. ഓക്കെ, അപ്പോൾ റൂമിൽ നിന്ന് നേരെ ഇവിടെ 2 ബാത്റൂമുണ്ട്. അതേ കണക്ക് തന്നെ ഇതാണ് ഹാള്. ഹാള് നോക്കൂ. ഹാള് ഇത് IPL കാണാൻ എത്ര ഓണാക്കും. ഇവിടെ കുറച്ച് ബാറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ടീമുകളൊക്കെയാണുള്ളത്. അപ്പോൾ ഇത് ചെറിയൊരു കിച്ചൺ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓവനുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ, ഭയങ്കര വെയിലും. ഇവിടെ കുറച്ച് റൈസ് കിടക്കുന്നുണ്ട്. ഇതിവിടെ കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. പ്രാവിനൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ റൈസ് ഇട്ട് കൊടുക്കും. അങ്ങനെ കിടക്കുന്ന റൈസാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് റൂം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ റൂം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് ഇവിടെ ഇത് കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ എല്ലാത്തിൻ്റെയും പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതണം. ഇന്ന് 6-ാം തീയതി അല്ലേ? ഇന്ന് എത്രയുണ്ട് ഡേറ്റ്? ഇന്നത്തെ ഡേറ്റ് ഇവിടെ എഴുതണം. ഇന്ന് 27/5/2025. ഞാൻ 3 പ്രാവശ്യം ക്ലീൻ ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറേ ക്ലീൻ ആക്കി. അപ്പോൾ ഇത് കണക്കൊക്കെ എഴുതണം. ഇതൊക്കെ പുതിയ റൂളുകളാണ്. അങ്ങനെ ഞാനൊരു ചെറിയ കുളിയൊക്കെ പാസ്സാക്കി. അപ്പോഴാണ് പെട്ടെന്ന് ഇൻസ്റ്റയിൽ ഒരു ട്രെൻഡിങ് വീഡിയോ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ട്രെൻഡിങ് വീഡിയോ ഒന്ന് ചെയ്താലെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രെൻഡിങ് വീഡിയോ ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് ഇതാണ്. മിയ ഖലീഫ. നല്ലൊരു ഉറക്കമായിരുന്നു. എണീച്ച് പോയി വല്ലതും കഴിക്കട്ടെ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് എണീക്കാൻ തോന്നുന്നില്ല. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞാൻ എണീച്ചു. സമയം ഇപ്പം 12 മണിയായി. നല്ല വിശപ്പ്. പുറത്ത് പോകാൻ വയ്യ. ഇവിടെ കുറച്ച് കറിയും ഇതൊക്കെ ഇരിക്കുന്നു. കുറച്ച് റൈസും കറിയും ഉണ്ട്. തൽക്കാലം അത് കഴിച്ച് വിശപ്പടക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ രാവിലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. നല്ല വിശപ്പ്. ഇപ്പോഴാണെങ്കിൽ സമയം 7 മണി രാവിലെ. ഒടുക്കലത്തെ ചൂട്, പുറമൊക്കെ പൊള്ളുന്നു. ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങാത്ത ആളാണ്. എന്താണോ എനിക്ക് പുറത്ത് പോയി കഴിക്കണമെന്ന് തോന്നി അങ്ങനെ പോയി കഴിക്കുന്നതാണ്.